മലപ്പുറം വളാഞ്ചേരി കാവുംപുറത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വൻ ലഹരി ശേഖരം പിടികൂടി. ഏകദേശം 43 ഗ്രാം MDMA-യും 4 കിലോഗ്രാമിലധികം കഞ്ചാവും 3 കിലോഗ്രാം തിമിംഗല ഛർദിയുമാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടത്താണി സ്വദേശി കല്ലൻ നാസർ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് റാഷിദ്, ലക്ഷദ്വീപ് സ്വദേശിനി ഹുസ്നി മുബാറക് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കാവുംപുറത്തെ വാടക വീട്ടിൽ പരിശോധന നടത്തിയത്. മൂവരും ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു. ഈ വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തിയിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിനിടെയാണ് ലഹരി ശേഖരത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് MDMA-യും കഞ്ചാവും കൂടാതെ തിമിംഗല ഛർദിയും കണ്ടെത്തിയത്. പിടികൂടിയ ലഹരി വസ്തുക്കളുടെ ഉറവിടവും ഇവയുടെ വിൽപ്പന ശൃംഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വളാഞ്ചേരി കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇവിടെ ഈ ടീം വീടെടുത്തിരുന്നത്. പക്ഷെ ആരും അറിയില്ല, അവർ ചികിത്സക്ക് വന്നതാണ് എന്നാണ് പറഞ്ഞത്. അവർ പലതും ജനങ്ങളായിട്ട്, ഇവിടുത്തെ ജനങ്ങളായിട്ട് അയൽവാസികളായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല. അവരിങ്ങനെ ഒരു ഫാമിലി കണ്ട ഫാമിലി മാതിരിയാണ് അവരെ പെരുമാറ്റവും കാര്യമൊക്കെ ഉണ്ടായത്. ഇവിടെ 10-25 വീടുള്ളതാണ്, ഒഴിഞ്ഞ സ്ഥലമാണ്. ഇവിടെ അതിന്റെ കാര്യങ്ങൾ ബിസിനസ്സോ കാര്യം ഒന്നും ഇവിടെ ആരും വന്നു പോവുകയോ കാര്യം ചെയ്തിട്ടില്ല. പക്ഷെ വമ്പിച്ച ഒരു ഇതാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇത്രയും വിലപിടിച്ചുള്ള സാധനങ്ങൾ ഈ ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. വളാഞ്ചേരി പോലീസിനും ഡാൻസ് ഓഫ് ടീമിനും ഈ നാട്ടുകാരുടെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കണം. ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങളെ കുട്ടികളും അതൊന്ന് ഒരുവിധം രക്ഷപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ്. ഒരു സംശയവും നാട്ടുകാർക്ക് ഉണ്ടായില്ല. ഒരു സംശയവും നാട്ടുകാർക്ക് ഉണ്ടായില്ല. ഇവരെ ഏതാണ്ട് ഒരു മാസത്തോളമായി ഇവിടെ വന്നിട്ടുള്ളത്. ചികിത്സാവശ്യാർത്ഥം വന്നാണെന്നൊക്കെ പറഞ്ഞതാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അവര് ആരും അങ്ങനെ വല്ലാതെ പുറത്തുനിന്ന് ആളുകൾ ഈ വീട്ടിലേക്ക് വരുന്ന അങ്ങനെ ഒരു അവസ്ഥ ഇല്ല, ഞാനൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ട് ആരും ബന്ധപ്പെടുന്നില്ല. ഇവിടെ ഒന്നും ഒരു ബിസിനസ്സോ കാര്യം ഒന്നുമില്ല. ഇവര് ഇവിടുന്ന് പുറത്ത് പോവാണ് പുറത്ത് രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകാം. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞതിന്റെ ശേഷമൊക്കെ ആയിരിക്കും. ഇവർക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, ബൈക്കുണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്ത്രീകളൊക്കെ അടക്കം ഈ കുടുംബസമേതമാകുമ്പോ തീരെ സംശയത്തിന് ഒരു വക കണ്ടില്ല. അതാണ് ഒരു വലിയൊരു ദുരൂഹത. ന്യൂസ് ഡെസ്ക് D4 News.